തീർച്ചയായിട്ടും സൂപ്പർ പടമായിരുന്നു. തകർത്തു, ലാലേട്ടൻ തകർത്തു. ഗംഭീര പെർഫോമൻസ്. പൃഥ്വിരാജിൻ്റെ നല്ല ഡയറക്ഷനിൽ ഗംഭീര പെർഫോമൻസ്. തീർച്ചയായിട്ടും വം വിജയമായിരിക്കും. തിയേറ്റർ സൂപ്പറായിരിക്കും തീർച്ചയായിട്ടും. പടം പൊളിയും. സൂപ്പർ ബ്ലോക്ക് പോസ്റ്ററാണ്. മലയാള സിനിമയിലെ ആദ്യത്തെ 1000 കോടി സിനിമ ഇതായിരിക്കും. മലയാള സിനിമയെ ഹോളിവുഡ് ലെവലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ലാലേട്ടനും പൃഥ്വിരാജും എമ്പുരാൻ്റെ കൂടെ. തകർത്തു. പടം അടിപൊളി പടം. അഭിനയം ഡയറക്ഷൻ എല്ലാം അടിപൊളി. വേൾഡ് എന്ന് പറയാം. ഇപ്പോൾ നന്നായിട്ടുണ്ട്. സൂപ്പർ പടം തന്നെയാണ്. ലൂസിഫറിൻ്റെ ഒരു പൊടി മേളിൽ നിൽക്കുന്ന പടം തന്നെയാണിത്. ഉറപ്പായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ് ആവണമെന്ന് ഓൾറെഡി തെളിയിച്ചാണ്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. പടം എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ഇന്റർനാഷണൽ സിനിമ ഉണ്ടല്ലേ, ആ പ്രതീതിയാണ് പടം. ലാലേട്ടൻ ഒരു രക്ഷയില്ല. ഒരു നമ്മളെ ഇംഗ്ലീഷ് സിനിമ കണ്ടതിൻ്റെ പ്രതീതിയാണ്. ലാലേട്ടൻ്റെ ഒരു യഥാർത്ഥ ഫാനാണ് പൃഥ്വിരാജ് ഈ സിനിമ തെളിയിച്ചത്. കാര്യം നമ്മളെ മലയാള സിനിമ അതേപോലെ ഒരു നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് KGF ആ ഒരു പേര് മാത്രമേ. മലയാള സിനിമ ഈ ലെവലിൽ എത്തിക്കാമെന്ന് പൃഥ്വിരാജ് തെളിയിച്ച്. ലാലേട്ടനെ മാക്സിമം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ. ലാലേട്ടനൊക്കെ ഒന്ന് പറയാൻ രോമാഞ്ചമാണ്. ലാലേട്ടനൊക്കെ ഈ സ്ക്രീൻ പ്രസൻസിലെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞ സീനൊക്കെ എന്ന് പറഞ്ഞാൽ രോമാഞ്ചിഫിക്കേഷനാണ് മൊത്തം. സിനിമ മൊത്തം നിറഞ്ഞിരിക്കുന്ന സിനിമയിൽ ലാലേട്ടനെ ഉള്ളൂ ഇത് എന്ന് തന്നെ പറയാം. കാര്യം ലാലേട്ടൻ ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ചെറിയ സീന് പോലും, അല്ലെങ്കിൽ ഒരു കണ്ണാടി വയ്ക്കുന്ന സീന് പോലും നമുക്കിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ. അതൊക്കെയാണ് പടം. വേറെ ലെവൽ, വേറെ ഒരു ഇന്റർനാഷണൽ സെറ്റപ്പ് പടത്തിലാണ് ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജ് മറ്റേ ഈ സിനിമ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം എന്നുള്ള അവസ്ഥയാണ് സിനിമ. നമ്മളിപ്പം ലൂസിഫർ ഇറങ്ങി, എമ്പുരാന് വേണ്ടി ലൂസിഫർ ഇറങ്ങി അടുത്ത് എമ്പുരാന് വെയിറ്റിംഗ് ആയിരുന്നു. എമ്പുരാൻ ഇറങ്ങി അടുത്ത് L3ക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ലാലേട്ടൻ വേറെ ലെവൽ. ലാലേട്ടൻ ലെവൽ എന്ന് പറയാൻ പോലെ അതിന്റെ അപ്പുറം. അതാണ് മലയാള സിനിമ മാത്രമല്ല, ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ നിറഞ്ഞ സിനിമയാണ്. അതാണ് പറയുന്നത്. നമ്മളെ മലയാള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ചെറിയ ഈ എന്തോന്ന് പറയാം, നമ്മളെ സാധാരണ നോർമൽ സിനിമകളുടെ പേര് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ലെന്ന് മലയാള സിനിമയെ ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് പൃഥ്വിരാജ് എന്നുള്ള സംവിധായകൻ തെളിയിച്ചു. അതാണ് സത്യത്തിൽ. ഇൻട്രോ സീനാണ് പറഞ്ഞത്. ഇൻട്രോ സീൻ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് വേറെ ലെവല്. നമ്മളത് ഞാൻ പറയണത് ശരിയല്ല. അത് കാരണം അത് വന്ന് ലാലേട്ടൻ വന്ന് ഇറങ്ങും. അത് എന്തിനാണെന്ന് പറയില്ല, അത് വന്ന് ഇറങ്ങും. അതൊക്കെ വേറെ ലെവലാണ്. തകർത്തു. സൂപ്പർ പടം ചേട്ടാ, സൂപ്പർ. ഇത് സൂപ്പർ എന്നല്ല, ഇതിന് പറയാൻ വാക്കുകളില്ല. ഇത് ചരിത്രത്തിലൊക്കെ സംഭവിക്കണം. മലയാളത്തിൽ ഇനി ഇങ്ങനെ ഒരു പടമൊക്കെ L3 അത് തന്നെ വരണം. L3 തന്നെ വരണം. ഇത് മാരകം. തകർത്ത് പൊളി. മൊത്തത്തിൽ ചേട്ടാ ബോളിവുഡ് അല്ല, ഇത് നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ സ്വന്തം പടമാണ്. ഇത് ബോളിവുഡ് അല്ലെങ്കിൽ KGF ഒന്നുമല്ല, ഇത് മലയാളത്തിൻ്റെ സ്വന്തം പടമാണ്. മലയാളത്തിൻ്റെ മാസാണ്, മലയാളത്തിൻ്റെ തീപ്പൊരി പടമാണ് ഇത്. നമുക്ക് ഇത് വാക്കുകളിൽ ഇങ്ങനെ പറഞ്ഞത് തീർക്കാൻ പറ്റണില്ല. അത്രയ്ക്ക് വേണ്ടി സന്തോഷമുണ്ട്. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു എന്താ പറയട്ടെ, ഒരു ഫീല് നമുക്ക് കിട്ടിയാൽ സത്യം. ഹെവി സാധനം, നല്ല പടമാണ്. പടം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ പടം വന്നാൽ അത് നമ്മുടെ സ്വന്തം മോഹൻലാലിൻ്റെ പടം കാണാണെങ്കിൽ ഫസ്റ്റ് ഷോ ഒന്നാമത്തെ ദിവസം തന്നെ പോയി കാണാം. അതാണ് അതിൻ്റെ ഫീലിങ്സ്. അത് സെറ്റാണ്. മാസ് എന്ന് വെച്ചാൽ മരണ മാസ്. കേൾക്കാൻ പറ്റൂല, അതിൻ്റെ അകത്ത് പറയാൻ പറ്റൂല. കൈയടിയുടെ മേളങ്ങളായിരിക്കും അന്ന്. കൊള്ളായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ സീനും ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. കൊള്ളാം. അടിപൊളി. നല്ല സംവിധാനം, സൂപ്പർ സംവിധാനം. കിടിലം. അടിപൊളി പടം. കിടിലം. അടിപൊളി മേക്കിംഗ്. ലാലേട്ടൻ പൊളിച്ച്. നല്ല എക്സ്പെക്ടേഷൻ, നല്ല മേക്കപ്പ് ആയിട്ടുണ്ട്. അടിപൊളി മേക്കിംഗ്. സൂപ്പറായിരുന്നു കേട്ടോ. മേക്കിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി സൂപ്പർ പടം. അന്യായ സാർ അടിപൊളി. സൂപ്പർ പ്രൊഡക്ഷൻ ക്വാളിറ്റി. മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മേക്കിംഗ്. അടിപൊളി. നല്ല പോയി. സൂപ്പർ.
ബിലാൽ ഒരു എല്ലാം ശരിയാവും. അടിപൊളി പടം, അടിപൊളി പടം, കൊള്ളാം കൊള്ളാം. സൂപ്പർ സൂപ്പർ നല്ല പേര് നല്ല അടിപൊളിയാണ് സീന്. ഹോളിവുഡ് റേഞ്ച് ഉണ്ട് ഫുള്ള്. നല്ല സൂപ്പർ പടം. ഹോളിവുഡ് ലെവൽ എങ്ങനെയുണ്ട് ടോട്ടലി പടം? ആ പടം കുഴപ്പമില്ല. കാരണം സ്റ്റോറി പല പല സെഗ്മെന്റിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കണക്ട് ചെയ്യണം. സിനിമ തുടങ്ങുന്ന തന്നെ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു റെഫറൻസ് ഉള്ള ഒരു കാര്യത്തിലൂടെയാണ്. നല്ല രീതിയിൽ ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന ഒരു കാര്യത്തിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. ആ ഇമോഷൻ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ സിനിമ പിന്നീട് അങ്ങോട്ട് നമുക്ക് സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഒരു ഇമോഷൻ നമുക്ക് കൊണ്ടുവരണം. പല പല സെഗ്മെന്റ് ഏറ്റവും നമ്മൾ ലെഫ്റ്റ് എന്ന സിനിമയിലൂടെ നമ്മൾ മുരളി ഗോപിയുടെ റൈറ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് വലിച്ചു കീറി പറയുന്ന ഒരു ഡയലോഗ്, അങ്ങനത്തെ പല ഡയലോഗ്സും ഈ സിനിമയ്ക്കകത്തുണ്ട്. ഈവൻ ഇന്നത്തെ കേരള പൊളിറ്റിക്സ് നാളെ കേരള പൊളിറ്റിക്സ് എങ്ങോട്ടേക്ക് ഒരു പക്ഷേ മാറാം, ഒരു ചാൻസ് എങ്ങോട്ടുണ്ട് അതുപോലും ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അത് ഒരു പാർട്ടിയും ലെഫ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല. എല്ലാ പാർട്ടികളുടെയും മോശമായിട്ട് പറയുന്നതല്ല, എന്താണ് റിയാലിറ്റി അത് അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുറേഷി അബ്രഹാം ആരാണ്, ആ ഒരു കഥയായിരിക്കും സിനിമയ്ക്കുള്ളത്. അത് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം. എന്നിട്ട് അവസാനം അറിയാം ഇത് 3 പാർട്ടുള്ള സീരീസ് ആണെന്ന് പറയുന്നുണ്ട്. അടുത്ത പാർട്ടിനോടുള്ള കുറച്ച് ഒരു മസാല സംഭവങ്ങൾ ഇട്ടും കൂടെ വെച്ചിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. നമുക്ക് ആകത്തൊക്കെ നമുക്കൊരു പടത്തിന് ചില ഭാഗങ്ങളിൽ കുറച്ച് ലാഗ് ഉള്ളതായിട്ട് തോന്നി. എന്നാലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് നമ്മൾ എബ്രോഡ് സീൻസ് ഒക്കെ കാണിക്കുന്ന കുറേ പോർഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഓക്കെ ഇതിങ്ങനെയാണ് എന്നുള്ള ഒരു ഇതാണ്. അപ്പം ഇതെല്ലാം കൊണ്ട് വെച്ചാൽ ജസ്റ്റ് ഒരു ഓക്കെ ആയിട്ടുള്ള സിനിമയാണ്. ഒരു ഹോളിവുഡ് ലുക്കാ പടം എന്ന് പറയുന്നത്. ഹോളിവുഡ് ലുക്കാണ് പടം. അവര് ഒരു റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പം പൃഥ്വിരാജ് തന്നെ എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞത് ഗ്രീൻ മാറ്റ് ഇട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ പോയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം സിനിമയുടെ ഫോർമാറ്റ് തന്നെ നമുക്കറിയാം. അപ്പം ഈ ഒരു ഇതേപോലെ ഓഡിയോ ഓണിൽ വലിയൊരു സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും ഈവൻ മുകളിൽ താഴെ ബാറുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വൈഡ് സ്ക്രീൻ നമുക്കത് മനസ്സിലാവും. നമ്മളിപ്പം ഫോണിൽ തന്നെ നമ്മളൊരു വൈഡ് ബോർഡ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസം മനസ്സിലാകുന്നില്ല. ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ഹോളിവുഡ് മാത്രമല്ല, സിനിമയുടെ തുടക്കത്തിൽ ഒരു 25 മിനിറ്റോളം ഒരു ഹിന്ദി ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ. ഒരു ഹിന്ദി സിനിമ കാണുന്ന ഒരു പ്രതീതി ആയിരിക്കും തരുന്നത്. आप लोगों को अगर हिंदी नहीं मालूम होता खाली सबटाइटल पढ़ते रहेगा. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പം അതൊരു ഹിന്ദി ഒരു ഇതുണ്ട്. പിന്നെ കേരള പൊളിറ്റിക്സിലേക്ക് പറയുമ്പോഴത്തേക്ക് കറക്റ്റ് കേരള ഒരു ഇതുണ്ട്. പിന്നെ ഒരു ഹോളിവുഡ് ആ ഒരു ടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറിലുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പം മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമകൾ വരട്ടെ, നമുക്കിപ്പം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ വരട്ടെ, വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങൾ വരട്ടെ, ഞെട്ടിക്കട്ടെ. ഇനിയും ഇന്ത്യൻ സിനിമയെ മൊത്തത്തിൽ ഞെട്ടിക്കട്ടെ മലയാളം. സോഷ്യൽ മീഡിയ മുഴുവൻ തെരഞ്ഞൊരു കാര്യമായിരുന്നു പുറംതിരിഞ്ഞ കാരണം. അത് സിനിമയിലുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പം എല്ലാവർക്കും ഇപ്പോഴത്തെ മനസ്സിലായി കാണും. പക്ഷെ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞൊരു കാര്യം വെച്ചാൽ നമ്മൾ ഹോളിവുഡ് സീരീസ് ഹോളിവുഡ് സിനിമകൾ കാണുന്നവർക്ക് മാത്രമേ ആ ഒരു രോമാഞ്ചിഫിക്കേഷൻ സംഭവം വരണമെന്നുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ തുറന്നു പറയാം, ഞാനങ്ങനെ അധികം ഹോളിവുഡ് ഇതായിട്ട് എക്സ്പോസ്ഡ് അല്ലാത്തൊരാളാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലൊക്കെ ഞാൻ നോക്കിയിരുന്നു, ഇതിങ്ങനെ ആയിരിക്കും, ഇയാളായിരിക്കും.
പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ക്യാമിയോ ഉണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടു ഏർലി ടു റിവീൽ എവരിത്തിങ്. അതായത് നമ്മളിപ്പം ജസ്റ്റ് 6 മണി ഷോ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയെല്ലാം കൊണ്ട് ഒരു എന്താ പറയുക, നമ്മളൊരു ടിപ്പിക്കൽ മാസ് മസാല മാത്രമേ എക്സ്പെക്ട് ചെയ്യരുത് ഈ സിനിമയ്ക്കകത്ത് നിന്ന്. പല പല ജോണറിൽ പല പല സെഗ്മെൻറ്റിൽ പല പല കഥകളും ഉണ്ടാവും. അപ്പം ഇതെല്ലാം കൂടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ വരണം. അല്ലാതെ വെറും ഒരു മാസ് മസാല പടമായിട്ട് എക്സ്പെക്ട് ചെയ്ത് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാവില്ല. നല്ലൊരു പടം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇരട്ടി നമുക്ക് സന്തോഷമായി. നമ്മൾ ഇത്രയും പ്രതീക്ഷയിലായിരുന്നു. ഓരോ നല്ലൊരു ഇത്രയും ജനങ്ങൾ ആരാധകർക്ക് വേണ്ടിയുള്ള നല്ലൊരു പടം എടുത്തതിന് ഞങ്ങൾ നന്ദി പഠിക്കുന്നു. പൃഥ്വിരാജിനോട് നല്ലൊരു പടം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് മൊത്തം പക്ക ഹോളിവുഡ് ടൈറ്റിലാണ് ഫസ്റ്റ് ഹാഫ് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് ഉള്ളിൽ പക്ക മലയാളം ആ കണ്ടീഷൻ എടുത്തിട്ടുള്ളത്. എന്തായാലും കോടികൾ കൊയ്യണ കണ്ടീഷനിലുള്ള പടമാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ലാലേട്ടനെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ നല്ലൊരു സ്റ്റണ്ടും ഉണ്ട്, ആക്ഷൻ എല്ലാം കൊള്ള ഒരു കുഴപ്പമില്ല കണ്ടീഷനിൽ നല്ലൊരു പടമായിരുന്നു. സന്തോഷമായി ഞങ്ങൾക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാലേട്ടന്റെ വലിയൊരു കമ്പാക്ക് തന്നെയാണ് ഈ പടം. നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല ഒരു രക്ഷയില്ല പടം. ആ കണ്ടീഷനിലാണ് പടം. തിയേറ്ററിൽ കാണണം. തിയേറ്റർ കണ്ടില്ലേ ഗുണമുള്ളൂ ഈ പടം. തിയേറ്ററിൽ എല്ലാവരും തിയേറ്ററിൽ കാണണം ഞങ്ങൾ ആഗ്രഹം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഗംഭീരവളം. ലാലേട്ടൻ്റെ വൻ തിരിച്ചു വരവ് തന്നെ. ഡയറക്ഷൻ പൊളിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ നല്ല ഡയറക്ഷനും നല്ല ആക്ഷൻ സീക്വൻസും എല്ലാം സൂപ്പർ പടം. തീർച്ചയായിട്ടും വൻ തിരിച്ചുവരവാണ്. വലിയ വിജയം, ഒന്നും പറയില്ല. ചേട്ടാ എങ്ങനെ ഉണ്ടെന്നൊരു ചോദ്യമുണ്ടോ? നമ്മുടെ ട്രെയിലർ ഇറങ്ങിയപ്പോഴുള്ള ഹൈപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഹൈപ്പിൽ വരുന്ന പടങ്ങളെല്ലാം നമുക്ക് നിരാശ തരുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. ഹൈപ്പ് എത്ര ഹൈപ്പാണോ കൊടുത്തിട്ടുള്ള ഹൈപ്പിനുള്ള ആ ഒരു ഇത് പടത്തിലുണ്ട്. ആ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മലയാളത്തിൻ്റെ എമ്പുരാനെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ടെക്നിക്കലി ആയാലും കഥയിലായാലും പെർഫോമൻസിലായാലും മ്യൂസിക്കായാലും DOP ആയാലും BGM ആയാലും ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. L3 ആ ഒരു കണക്ഷൻ പോകുന്നതെല്ലാം ടോപ്പ്. ഡയറക്ഷൻ ഫസ്റ്റ് ഹാഫ് ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്നു. ആ രീതിയിലാണ് ഓരോ ഫ്രെയിമും ആ കണക്ഷനും. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റൊക്കെ അന്യായം. ആ ഒരു ഇൻ്റർനാഷണൽ ആയാലും കേരളത്തിലെ കാര്യമായാലും ഇന്ത്യയിലെ കാര്യമായാലും നമ്മുടെ സോഷ്യലായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ലേയേഴ്സ് ഉണ്ട് കഥയുടെ. അതെല്ലാം കിട്ടില്ല. അടിപൊളിയാണ്. സൂപ്പറാണ്. ഫസ്റ്റിനേക്കാളും സെക്കൻഡ് അടിപൊളിയാണ്. മൂന്നാമത്തെ ഭാഗത്തിനൊരു പ്രതീക്ഷയുണ്ട്. അതെ, പൊളിയാണ്. ഹാഫിന് ശേഷം ഒരു രക്ഷയില്ല. അടിപൊളി. സൂപ്പർ. അവരുടെ ചോദിച്ചു സൂപ്പർ ആയിട്ട്. സെക്കൻഡ് കൊള്ളാം. അടിപൊളിയാണ്. എൻട്രി ഒക്കെ അടിപൊളി. വിഷ്വൽസ് എല്ലാം പൊളിപ്പടം. പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പടം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ് കുറവാണെങ്കിലും നല്ല കൊടുത്തിരിക്കുന്ന സീനെല്ലാം പക്ക ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെർത്തായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന്റെ വൻ കംബാക്ക് എന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പൃഥ്വിരാജ് മോഹൻലാലിന് വേണ്ടി എടുത്തു വെച്ചതിൽ കരിയറിലെ ബെസ്റ്റ് പടം എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇനി അടുത്ത പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ്. സ്റ്റീഫൻ നെടുമ്പള്ളിനെക്കാട്ടിയും കൂടുതൽ ഖുറൈഷി എബ്രഹാമിൻ്റെ സ്റ്റോറിയാണ്. ഇനി ഖുറൈഷി എബ്രഹാമിൻ്റെ സ്റ്റോറി ഇനി കൂടെ ഡെവലപ്പായിട്ട് ഇനി അടുത്ത പാർട്ടിലാണ് ഇനി അറിയാനുള്ളത്. പിന്നെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്. അതൊക്കെ പൊളിയായിട്ട് ക്ലൈമാക്സ് എല്ലാം പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഹോളിവുഡ് മേക്കിങ്ങിലാണ് പടം ചെയ്തു വെച്ചേക്കുന്നത്. പൊളിയായിട്ട് എല്ലാം ഹോളിവുഡ് ലെവലിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഓരോ സീനുകളിൽ നമുക്ക് പ്രതീക്ഷ കളയത്തക്ക രീതിയിലൊന്നും തരുന്നില്ല. എല്ലാം സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഹോളിവുഡ് ലെവലിൽ തന്നെയാണ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിരിക്കും. നല്ല സിനിമയാണ്. ഫസ്റ്റ് സെക്കൻഡ് നല്ല പ്രീക്വലാണ്. ഇനി ഇപ്പോഴത്തെ എമ്പുരാൻ 3 ഒരു L3 ഒരു ഇൻഫർമേഷനായിട്ടാണ് സിനിമ കാണിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ പൃഥ്വിരാജ് ഇത് എടുത്തിട്ടുണ്ട്. ഒരു ഇത് മലയാള സിനിമയാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. അത്ര രീതിയിലാണ് പൃഥ്വിരാജിൻ്റെ സംവിധാനം. മോഹൻലാലിൻ്റെ എല്ലാ ആരാധകർക്കും
വളരെ ഒരു എൻ്റർടൈൻ സിനിമയാണ്. നല്ലൊരു എഫക്റ്റാണ് സിനിമ. ക്യാമറയും സൗണ്ടും എല്ലാം വളരെ നല്ല രീതിയിലാണ്. നല്ലൊരു സിനിമ. അതൊന്നും പറയാനൊക്കത്തില്ല. അത്രയൊന്നും ഒരിക്കലും അത് പറയാനൊക്കാത്തൊരവസ്ഥയിലാണ്. ഒരു കണ്ടിട്ടൊരു ഹോളിവുഡ് സിനിമ ഒരു 2 സിനിമ കാണുന്നതിൻ്റെ അത്ര എഫക്റ്റാണ്. വളരെ നല്ല സിനിമ. സൂപ്പർ പടം അടിപൊളി. പോയി കാണണം ഒരിക്കലെങ്കിലും. അടിപൊളി. ഇനി ഗംഭീര സിനിമ. പിന്നെ തീർച്ചയായിട്ടും ഗംഭീര സിനിമ. സൂപ്പർ പടം, അടിപൊളി. ലാലേട്ടൻ അടിപൊളിയാണ്. ലൂസിഫർ 2 ഏകദേശം ഒരു കൊല്ലിക്കുന്ന പടം തന്നെ. സെക്കൻഡാണ് ഓപ്ഷൻ. അടിപൊളി. നല്ല അടിപൊളിയായിട്ട് ചെയ്തു. നല്ല സൂപ്പർ. വളരെ മികച്ച അഭിപ്രായം. വേറെ ലെവൽ. നല്ല ഫിലിമാണ്. ഒരു ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ്. നല്ല ഫിലിമാണ്. സോങ്സ് എല്ലാം നല്ല സെറ്റായിരുന്നു. ഒരു ഇന്റർനാഷണൽ ഫിലിമാണ്. മലയാളത്തിൽ നിന്ന് ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്യാമറ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റാണ്. ഫസ്റ്റ് സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ഉള്ളൂ. സ്ട്രോങ്ങസ്റ്റ് സ്ക്രിപ്റ്റായിരുന്നു. ഇത്തരം ഒരു സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൽ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന സ്ക്രിപ്റ്റാണ് എല്ലാം. സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ഉള്ളൂ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.